ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മാൻ സിറ്റി വേഴ്സ് പി എസ് ജി മത്സരം 4-2 എന്ന ഗോൾ സ്കോറിൽ പി എസ് ജി വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഈ ഒരു വിജയം സിറ്റി ചോദിച്ചു വാങ്ങിയതായിട്ടാണ് എനിക്ക് തോന്നിയത് ഗായ്സ്. ആദ്യ ലൈനപ്പ് വന്ന സമയത്ത് തന്നെ എനിക്ക് ഓൾമോസ്റ്റ് ഓക്കെ ആയിരുന്നു, ഇത് കൈ വിടും എന്ന് തന്നെയായിരുന്നു എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. പക്ഷേ കളി തുടങ്ങുന്നതിന് മുന്നേ ഞാൻ സിറ്റി വിൻ ചെയ്യും തന്നെയാണ് ഒരു 90% കൺഫേം ചെയ്തത്. റീസെൻ്റ്ലി അവരൊരു പഴയ ട്രാക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് കളിച്ച മാച്ചിൽ ഒരു 6 ഗോളിനൊക്കെ ബ്രഹ്മാണ്ഡ വിജയം കരസ്ഥമാക്കിയിട്ടാണ് ഈ ഒരു മാച്ച് കളിക്കാൻ വേണ്ടി വരുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഗാർഡിയോള ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത്യാവശ്യം എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് ഗ്രീലിഷിന് എന്തുകൊണ്ടാണ് ഈ ഒരു ആദ്യ 11 ഉൾപ്പെടുത്താത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ റൈറ്റ് ബാക്കിലും ഒരു പുതിയ പ്ലെയറിനെയാണ് കണ്ടത്. അതിലും വലിയൊരു മണ്ടത്തരം ബെർണാർഡോ സിൽവനെ പിടിച്ച് സെൻട്രൽ മിഡ്ഫീൽഡർ റോളിൽ കളിപ്പിച്ചിരിക്കുന്നത്. എന്താ പറയുക, ഓൾറെഡി ഡിഫൻസ് മിഡ്ഫീൽഡ് ആ ഒരു ഏരിയ വളരെ വീക്കായിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ അറ്റാക്കിങ്ങിൽ ഫോക്കസ്ഡ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയറിനെ പിടിച്ചിട്ട് സെൻട്രൽ മിഡ്ഫീൽഡർ റോൾ പ്ലേസ് ചെയ്ത്, അതും എനിക്ക് തോന്നുന്നു സിൽവക്കും അധികം അറ്റാക്കിങ്ങിൽ റോൾ ഉണ്ടായിരുന്നില്ല. ഡിഫെൻസീവ്ലി കളിക്കേണ്ട ഒരു ടാക്ടിക്സ് ആയിരുന്നു ഗാർഡിയോളയുടെ ഭാഗത്തു നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. അത് 100% ഫ്ലോപ്പായി എന്ന് തന്നെയാണ് പറയാനുള്ളത്. കൊവാക്കിച്ചിനെ സംബന്ധിച്ചിടത്തോളം ഏവറേജ് DMF ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതും ഇതുപോലൊരു ബിഗ് മാച്ച്, എനിക്ക് തോന്നുന്നു ഒരു ഓവർ കോൺഫിഡൻസ് ആണോ PSG ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ഒരു പ്രഷറില്ലാതെ കളി ജയിക്കാമെന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരിക്കാം ഇങ്ങനെ ഒരു തോൽവി വരാനുള്ള റീസൺ എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. PSG സംബന്ധിച്ചിടത്തോളം ഫ്രഞ്ച് ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡൗൺ ആയിട്ടുള്ള ഒരു ലീഗൊക്കെ തന്നെയാണ്. പക്ഷേ PSG സ്ക്വാഡ് വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാം എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ തന്നെയാണ്, അത്യാവശ്യം വെൽ ടാലൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. ഒരു സ്ക്വാഡിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് കുറച്ച് വീക്കായിട്ട് തോന്നുന്ന ആ മിഡ് ഏരിയ മാത്രമാണ്. അല്ലാണ്ട് ഫോർവേഡ് കളിക്കുന്ന പ്ലേയേഴ്സ് ആയാലും ഡിഫെൻസീവിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ആയാലും ഗോളി ആണെങ്കിലും നല്ല ഗോളിയാണ്. പക്ഷേ എന്താണ് ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ഗൈസ്. ഈ മാച്ച് ലൈവ് കണ്ട വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.